അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു. ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലു. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലോ. ആത്മശുദ്ധി വരുത്തി ആത്മബോധം വരുത്തി, ആത്മശുദ്ധി വരുത്തി ആത്മബോധം വരുത്തി, ബോധമായ ആത്മാക്കളിൽ വാഴുന്നു ആത്മനാഥൻ. ബോധമായ ആത്മാക്കളിൽ വാഴുന്നു ആത്മനാഥൻ. ആത്മബോധം ഉദിച്ചു വേദബുദ്ധി മറന്നു, ആത്മബോധമുദിച്ചു വേദബുദ്ധി മറന്നു. പരമപുരുഷനോട് പരമാനന്ദ രാജ്യത്തിൽ ഒരു ആഘോഷ ദിനമാണ്.
വളരെ അനുഗ്രഹീതമായ ഒരു ആഘോഷ ദിനമാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മബോധോദയ സംഘാംഗങ്ങളുടെ ഉത്സവം അത് ഹൃദയോത്സവമാണ്. അത് ഓരോ ദിനംതോറും അത് അനുഭവമാകണം. ആ ഓരോ ദിനംതോറും ഏകോപിക്കുന്ന ഒരാഴ്ചയിൽ അത് അനുഭവമാകണം. ആഴ്ചകൾ മാസങ്ങളിൽ അനുഭവമാകണം. മാസങ്ങൾ വർഷങ്ങളിൽ അനുഭവമാകണം. അങ്ങനെ വർഷങ്ങൾ യുഗങ്ങളിൽ അനുഭവമാകണം. യുഗങ്ങൾ മന്വന്തരങ്ങളിൽ അനുഭവമാകണം. ഇങ്ങനെ അറിവും കർമ്മവും അനുഭവവും ആത്മാവിൽ ദാനം ചെയ്യുവാൻ കരുണയോടെ അവതാരമായി വന്ന യുഗപുരുഷന്റെ നിയമപ്രകാരം നിയമം പാലിച്ച് ജീവിക്കുന്ന ഒരു ആത്മാവിന്റെ ആഴ്ചയുടെ അവസാനത്തെ വിശുദ്ധ ദിനമാണ് ഞായറാഴ്ച. അങ്ങനെ അനുഗ്രഹീതമായി ഈ ഞായറാഴ്ച ദിനത്തിൽ ഈ തിരുവോണം കൂടി വന്നപ്പോൾ അത് നമുക്ക് ഏറ്റവും പുണ്യമായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ വിധത്തിലുള്ള പുണ്യദിനങ്ങൾ ആഘോഷമാക്കേണ്ടത് നമുക്ക് ആരാധനയിൽ കൂടിയാണ്. നമ്മുടെ ദൈവം നമ്മളോട് കൽപ്പിച്ചത് എങ്ങനെയാണ്? ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. വിശുദ്ധരായി കണ്ടുകൊള്ളുക. ആരാധ്യനകമേയുണ്ട് ആചാരത്താൽ വിശുദ്ധരായി കണ്ടുകൊള്ളുക. ആരാധ്യനകമേയുണ്ട് ആചാരത്താൽ വിശുദ്ധ
ആരാധിക്കുന്നവരിലെല്ലാം ആനന്ദം ഉണ്ടാകും. ആചാരകർമ്മങ്ങളാൽ ആരാധിക്കുന്നവരിലെല്ലാം ആനന്ദം അപ്പൊ ഉണ്ടാകും. നിയമപ്രകാരം ജീവിക്കുന്നവർക്കാണ് ഈ ആരാധനയും ആശ്വാസവും അനുഭവമാകുന്നത്. നിയമപ്രകാരം ജീവിക്കുന്നവർക്കാണ് ഈ ആരാധനയും ആശ്വാസവും അല്ലാതെ അനുഭവം. ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ആരാധനയാവുകയില്ല. ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ആരാധന യഥാർത്ഥത്തിൽ എന്താണ് ഈ ആരാധന? യഥാർത്ഥത്തിൽ എന്താണ് ഈ അനേകം തവണ ഞാൻ നിങ്ങളുടെ മുന്നിൽ സവിസ്തരം ഇതിനെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അനേകം തവണ തിരുമേനി നമ്മുടെ മുമ്പിൽ സവിസ്തരം വിശദീകരിച്ചു. ആരാധന എന്ന് പറയുന്നത് ഈ കീർത്തനങ്ങൾ പാടി സ്തുതിക്കുന്നതല്ല. ആരാധന എന്ന് പറയുന്നത് കീർത്തനം പാടി സ്തുതിക്കുന്നതല്ല. അപ്പൊ ഇത് ആരാധന അല്ലേ എന്ന് ചോദിച്ചാൽ ഇത് ബാഹ്യമായ അതിന്റെ വ്യവസ്ഥയാണ്. ഇത് ആരാധന അല്ലേ എന്ന് ചോദിച്ചാൽ ഇത് ബാഹ്യമായ അതിന്റെ വ്യവസ്ഥയാണ്. ബാഹ്യലോകത്തിൽ ആരാധന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയാണ്. ബാഹ്യലോകത്തിൽ ആരാധന അല്ലേ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. നിയമം പാലിച്ച് ജീവിക്കുന്ന സന്താനങ്ങൾ ഒത്തുചേർന്നിരുന്ന് തിരുനാമങ്ങൾ സ്തുതിക്കുമ്പോൾ അഖിലലോകേശ്വരനാകുന്ന ജഗദീശ്വരൻ എഴുന്നള്ളി ആരാധനയെ സ്വീകരിക്കുന്നു. നിയമം പാലിച്ച് ജീവിക്കുന്ന ആത്മാക്കൾ ഒത്തുചേർന്ന് തിരുനാമം സ്തുതിക്കുമ്പോൾ അഖിലലോകേശ്വരനാകുന്ന ജഗദീശ്വരൻ എഴുന്നള്ളി അത് സ്വീകരിക്കുന്നു. ആ ആരാധന സ്വീകരിക്കുകയാണ്. അപ്പോൾ ആശ്വാസവും ആനന്ദവും അനുഭവമാവുകയാണ്. ഇത് അന്തരംഗേ നടക്കണം. അതാണ് ആരാധന. അങ്ങനെ എങ്ങനെയാണ് ഈ അന്തരംഗേ ആരാധന നടത്തുന്നത്? സർവദാ സ്തുതിയായിരിക്കുവാനാണ് ഒരു ഹൃദയത്തെ ഒരുക്കേണ്ടത്. അല്പമാത്രമായെങ്കിലും ഒരു ദുഷി ഒരു ആത്മാവിൽ കടന്നുപോയാൽ അവിടെ ആരാധന നടക്കുകയില്ല. അവിടെ അന്ധകാരമാണ് ബന്ധിക്കുന്നത്. അങ്ങനെ അന്ധകാരബന്ധിതമായ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്ത് അന്ധകാരം ഒഴിച്ച് ആരാധന സ്ഥാപിച്ച ഗുരുവിന്റെ നാമത്തിൽ ഒത്തുചേർന്ന് ജീവിക്കുന്ന എന്റെ ഓമനസന്താനങ്ങളെ, നിങ്ങൾ ഒരു കാരണവശാലും ദുഷി പറയരുത്. ദുഷിച്ച കാര്യങ്ങൾ ചിന്തിക്കരുത്. അണുമാത്ര പോലും കളങ്കം നിങ്ങളുടെ അകതാൽ കടക്കരുത്. അങ്ങനെ അകമേ കളങ്കം കടന്നാൽ ഈ രൂപത്തെ കാണുവാൻ സാധിക്കുകയില്ല. കാണാതെ ആരാധിക്കുവാനും കഴിയില്ല. ആരാധിക്കുന്നതിനൊരു മൂർത്തി അത്യാവശ്യമാണ്. ആചാരം കൊണ്ട് ആരാധിച്ച് മൂർത്തി താൻ തന്നെ ആകുവാനുള്ള വ്യവസ്ഥയാണ് കലിയുഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ സ്വന്തമായി മൂർത്തിയെ സ്വന്തമായി കണ്ടുകൊണ്ട് സ്വന്തമായി ആരാധിക്കുന്ന വ്യവസ്ഥയാണ് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുമ്പോൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട സത്യം, ആരാധന അല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നമ്മളിൽ കൂടി സംഭവിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മനസ്സാ വാചാ കർമ്മണ പരിശുദ്ധമായ ജീവിതം നയിക്കണം. അതാണ് ഞാൻ ആദ്യം നേർച്ച സ്വീകരണത്തിന് മുൻപ് കീർത്തിച്ചത്. എന്നും സന്തോഷം നമുക്കെന്നും സന്തോഷമോ, എന്നും നമ്മൾ സത്യമായി ജീവിക്കുമ്പോൾ എന്നും സന്തോഷമോ. ഈ കീർത്തനം ഒരു തിരുവോണ നാളിൽ പാടിയതാണ്. അതിന്റെ സന്ദർഭം ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വീണ്ടും അനേകം പുതിയ ആളുകൾ വന്നു ചേർന്നിരിക്കുന്നതുകൊണ്ട് ഈ തിരുവോണ നാൾ വീണ്ടും ആ കഥ ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. കഥ പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഒരു സന്തോഷമാണ്. ഒന്നുകൂടെ ഒന്ന് നേരെ ഇരിക്കും, കാരണം കഥ അങ്ങ് കേൾക്കാം. ബാക്കിയുള്ളതൊന്നും കേൾക്കാൻ ആ ശ്രമം വരുന്നില്ല. ആത്മീയമായ കാര്യങ്ങൾ കേട്ടും ഗ്രഹിച്ചും അതിനെ തന്നെ ചിന്തിച്ചും ജീവിതം ചെയ്തെങ്കിലേ ഈ കഥകൾ കൊണ്ട് പോലും പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല. ഈ കഥ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു കഥ പറയുകയല്ല, അനുഭവമാണ് പറയുന്നത്. ഇത്രയൊന്നും വളർച്ചയിൽ എത്താത്ത ചെറിയ ആശ്രമമായിരുന്ന സമയത്ത് തിരിച്ചുദയമായി വന്ന പ്രവർത്തനം ആരംഭിച്ച ആദ്യ കാലഘട്ടത്തിൽ ഇതുപോലൊരു തിരുവോണ നാളിൽ അക്കാലത്തൊക്കെ ഇവിടെ താമസിക്കുന്നവർ പോലും തിരുവോണം ഉണ്ണാൻ അവരവരുടെ വീടുകളിൽ പോകുന്ന സന്ദർഭമായിരുന്നു.
പോലും തിരുവോണം ഉണ്ടാകാൻ അവരവരുടെ വീടുകളിൽ പോകുന്ന കാലമായിരുന്നു. കാരണം അന്ന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ഇവിടെ ഒന്നും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പോയാൽ ഒരു നേരമെങ്കിലും കഴിക്കാമല്ലോ എന്ന് കരുതി വീട്ടിലോട്ട് പോകുന്ന ഒരു സന്ദർഭമായിരുന്നു. വീട്ടിൽ പോയാൽ ഒരു നേരമെങ്കിലും കഴിക്കാമല്ലോ എന്ന് കരുതി വീട്ടിലേക്ക് പോകുന്ന സന്ദർഭമായിരുന്നു. കാരണം ഇവിടെ ഉണ്ടോ ഇല്ലയോ എങ്ങനെയായിരിക്കും എന്നൊന്നും ആർക്കും ഒരു നിശ്ചയമില്ല. കാരണം ഇവിടെ ഉണ്ടോ ഇല്ലയോ എങ്ങനെയായിരിക്കും എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ആരെങ്കിലും കൊണ്ടുവന്നാൽ ഒരു നേരം കഞ്ഞി കിട്ടും, അല്ലെങ്കിൽ അതുമില്ല. ആരെങ്കിലും കൊണ്ടുവന്നാൽ ഒരു നേരം കഞ്ഞി കിട്ടുമല്ലെങ്കിൽ അതുമില്ല. ആ അവസ്ഥയിൽ കഴിയുന്ന കാലത്ത് ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് ഈ കഥയുടെ പൂർത്തീകരണത്തിലെത്തുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇത് ഉണ്ടായിരിക്കണം. ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ അനുഭവം ഉണ്ടായത് എന്ന ഓർമ്മ നിങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള കാലഘട്ടത്ത് ഒരു ഓണനാളിൽ ഇതുപോലെ ഭക്തജനങ്ങൾ വർദ്ധിച്ചു വന്നു. അപ്പോ അനേകം കാര്യങ്ങളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലെ നേർച്ച എന്തൊക്കെയായിരിക്കും, ഏത് വിധത്തിലായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഒരാൾ കൊണ്ടുവരുന്ന വക 10 or 15 പേര് വന്നാലും എത്തുകയില്ല. അതുപോലത്തെ അവസ്ഥയായിരുന്നു. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അത്ര ദുരിതവും ദുഃഖവും നിറഞ്ഞ കഷ്ടപ്പാടിന്റെ കാലഘട്ടമായിരുന്നു. ഈ സന്നിധാനത്തിൽ മാത്രമല്ല ലോകത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെയുള്ള ആ സമയത്ത് ഇങ്ങനെ ആളുകൾ വർദ്ധിച്ചു വന്നു. എല്ലാവരും ഇങ്ങനെ ഭഗവാനോടൊപ്പം നിൽക്കുകയാണ്. എല്ലാവരും ഭഗവാനോടൊപ്പം ഓണം ഉണ്ണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന് തക്ക വിധം ഒന്നും ഇവിടെ ഒരുക്കിയതുമില്ല. അന്നേരം കിട്ടിയതെല്ലാം കൂടെ ഉള്ളിപ്പുറക്കി എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോ പാചകം ചെയ്യുന്ന ആളുകൾ ഓടി വന്ന് ഭഗവാനെ ഇത്രയും ആളുകൾക്ക് കൊടുക്കാനുള്ള ചോറില്ല, എന്ത് ചെയ്യും, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വന്നിട്ട് വിളമ്പിയാൽ മതി എന്ന് പറഞ്ഞു. അന്നത്തെ സദ്യ വിളമ്പാൻ ആരംഭിക്കുന്ന ആരാണ്? ഭഗവാൻ തന്നെ നേരിട്ട് വിളമ്പാൻ തുടങ്ങുകയാണ്. അങ്ങനെ തീരുമാനിച്ചറിയിച്ചു. അപ്പൊ വീണ്ടും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരുന്നു. തക്ക സമയത്ത് അങ്ങോട്ട് എഴുന്നള്ളിയില്ല. അല്പം വൈകിയാണ് ചെന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ, സാധാരണ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് അധികാരപ്പെട്ട ആൾ 2 പേർക്ക് ഇലയിൽ ചോറ് വിളമ്പി. ഇത് അദ്ദേഹം അറിഞ്ഞില്ല, ഭഗവാന്റെ കൽപ്പന അറിഞ്ഞില്ല. അപ്പോൾ വേറെ ആരോ പറഞ്ഞു അമ്പൂറ്റി ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇതിന് അമ്പൂറ്റി ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചോണ്ടങ്ങ് വിളമ്പി. അപ്പൊ അത്രയും ശ്രദ്ധിച്ചില്ല. പക്ഷെ അതൊരു അനുഭവമാണ്. അത് ആ സാഹചര്യം ഒരുക്കിയതാണ്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു അനുസരണക്കേട് കാണിക്കുന്ന ആളല്ല. അപ്പൊ അദ്ദേഹം അങ്ങ് വിളമ്പി. അങ്ങോട്ട് എഴുന്നള്ളി ചെല്ലുമ്പോ ഇതാണ് കാണുന്നത്. ആരാടാ ഇത് വിളമ്പിയെന്ന് ചോദിച്ചു. അപ്പൊ ഇന്നാര് വിളമ്പിയാണെന്ന് പറഞ്ഞു. ഇതെടുത്ത് തോട്ടിക്കളയടാന്ന് പറഞ്ഞു. ആ 2 ഇലയിൽ വിളമ്പിയ ചോറ് അന്ന് തെക്കേവശത്ത് ഇപ്പൊ കാണുന്ന റോഡ് അന്ന് തോടാണ്. ഇവിടെയാണ് നമ്മുടെ പാചകപ്പുര. അവിടേക്ക് എടുത്ത് കളഞ്ഞു. ആലോചിച്ച് നോക്കണം. ചോറ് തികയുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇത്രയും ചോറ് 2 പേർക്ക് വിളമ്പിയ ചോറ് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? അവിടെ നിന്നവർ വളരെ വിഷമിച്ചു. കാരണം ചോറ് തികയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ എടുത്തു കളയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? പലരും തർക്കിച്ചു നിന്നു. കാരണം ഭഗവാൻ അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചിലപ്പോൾ ചില പ്രയോഗങ്ങൾ നടത്തും. അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന് കരുതി അവർ തർക്കിച്ചു നിന്നു. പക്ഷേ നിവൃത്തിയില്ല. ധീരമായ നിലയിൽ നിൽക്കുകയാണ്, ശക്തമായി നിൽക്കുകയാണ്. എടുത്ത് കളയടാതെ വിഷമാണെന്ന് പറഞ്ഞു. ആ ചോറ് വിഷമാണെന്നാണ് കൽപ്പനയുണ്ടായത്. എന്തുകൊണ്ട്? അത് കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. ഞാൻ വന്നിട്ട് വിളമ്പിയാ മതി എന്ന് പറഞ്ഞ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പോയി ആ വിളമ്പൽ. അപ്പോൾ ആ ചോറ് കഴിച്ചാൽ ദോഷമേ ഉണ്ടാകുകയുള്ളൂ, ആർക്കും തികയുകയുമില്ല. അപ്പോൾ പറഞ്ഞു എടുത്തു കളാ എന്ന് പറഞ്ഞു. അങ്ങനെ അത് എടുത്തു കളഞ്ഞു. എടുത്തു കളഞ്ഞതിന് ശേഷം വീണ്ടും ആളിനെ ഇരുത്തി. അന്നേരം വന്ന സകല ആളുകളെയും ഇരുത്തി. സകല ആളുകൾക്കും ഇലയും പാത്രവും ഒക്കെ കൊടുത്തു. സകല ആളുകൾക്കും ചോറ് വിളമ്പി. വീണ്ടും ചോറ് മിച്ചം ഇരിക്കുക. എല്ലാവരും വയറ് നിറച്ച് ആഹാരം കഴിച്ചു. എല്ലാവർക്കും സന്തോഷം. ആ വർദ്ധിതമായ സന്തോഷത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് വന്ന് ഈ സന്നിധാനത്തിൽ എഴുന്നള്ളി നിന്നുകൊണ്ട് അന്ന് കീർത്തിച്ച കീർത്തനമാണ് എന്നും സന്തോഷം നമുക്കെന്നും സന്തോഷമോ, എന്നും സന്തോഷം നമ്മൾ സത്യമായി ജീവിക്കുമ്പോൾ എന്നും സന്തോഷമോ,
ജീവിക്കണമെന്നുള്ള ഗുണപാഠം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. കൽപ്പന തെറ്റിയാൽ ചെയ്യുന്നതെല്ലാം പാപവും വിഷവുമായി മാറും. അതിന് ഇടവരുത്തരുത്. എന്താണോ കൽപ്പന ആയത് പാലിച്ചു കൊള്ളുക. എന്താണു കൽപ്പന ആയതു പാലിപ്പാൻ നിങ്ങളൊരുങ്ങുക ഭക്തരെല്ലാം. എന്താണു കൽപ്പന ആയതു പാലിപ്പാൻ നിങ്ങളൊരുങ്ങുക ഭക്തരെല്ലാം. സൃഷ്ടിച്ച സൃഷ്ടാവു മർത്യനായി വന്നിട്ട് കൽപ്പിക്കും കൽപ്പന കാത്തുകൊള്ളുക. സൃഷ്ടിച്ച സൃഷ്ടാവു മർത്യനായി വന്നിട്ട് കൽപ്പിക്കും കൽപ്പന കാത്തുകൊള്ളുക. എന്താണു കൽപ്പന ആയതു പാലിപ്പാൻ നിങ്ങളൊരുങ്ങുക ഭക്തരെല്ലാം. സൃഷ്ടിച്ച സൃഷ്ടാവ് മർത്യനായി വന്നിട്ടു കൽപ്പിക്കും കൽപ്പന കാത്തുകൊള്ളുക. ലോകത്തെ സൃഷ്ടിച്ച ശബ്ദമല്ലേ ഇതു, ലോകത്തെ രക്ഷിക്കും ജ്ഞാനമല്ലേ. 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 പാപരാത്രി മാറ്റി പാലാഴി സ്ഥാപിക്കും സമ്പൂർണ്ണ ശക്തിതൻ ജ്ഞാനമല്ലേ. പാപരാത്രി മാറ്റി പാലാഴി സ്ഥാപിക്കും സമ്പൂർണ്ണ ശക്തിതൻ ശബ്ദമല്ലേ. സമ്പൂർണ്ണ ശക്തിതൻ ജ്ഞാനമല്ലേ. പാപരാത്രി മാറ്റി പാലാഴി സ്ഥാപിക്കും സമ്പൂർണ്ണ ശക്തിതൻ ജ്ഞാനമല്ലേ. കാര്യമായി സൂക്ഷിച്ചു കൽപ്പന പാലിച്ചാൽ പാലാഴിയായിടാം ആനന്ദിക്കാം.
സൂക്ഷിച്ചു കൽപ്പന പാലിച്ചാൽ പാലാഴിയായിടാം ആനന്ദിക്കാം. കാര്യമായി സൂക്ഷിച്ചു കൽപ്പന പാലിച്ചാൽ പാലാഴിയായിടാം ആനന്ദിക്കാം. എന്താണു കൽപ്പന ആയതു പാലിപ്പാൻ നിങ്ങളൊരുങ്ങുക ഭക്തരെല്ലാം. എന്താണു കൽപ്പന ആയതു പാലിപ്പാൻ നിങ്ങളൊരുങ്ങുക ഭക്തരെല്ലാം. ഇതൊരു കളിയായിട്ട് കാണരുത്. ഇതിങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല നിയമങ്ങളുണ്ട്. അത് കുറച്ചൊക്കെ പാലിക്കും. ഒരു ചിലരൊക്കെ പറയാറുണ്ട് ഒരു 10% ഞങ്ങൾ പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു 3 നിലയുള്ള ഒരു വീടിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സാധനം എടുക്കണം. ഞാൻ ഒരു 10 രൂപ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്, ഈ സാധനം ഇതായിട്ട് പോരട്ടെന്ന് പറഞ്ഞാൽ നടക്കൂ? ഇല്ല. അത് പടിപടിയായിട്ട് അത് ഉയർന്ന് അതിന്റെ മുകളിൽ ചെന്ന് ആ സാധനം എവിടെയാണോ ഇരിക്കുന്നത് അതിനെ കണ്ട് അതിന്റെ അവസ്ഥ മനസ്സിലാക്കി അത് ഏത് പ്രകാരത്തിൽ എടുത്താലാണ് നമുക്ക് അനുഭവയോഗ്യമാകുന്നതെന്ന് മനസ്സിലാക്കി അതിനെ കയ്യിലെടുക്കാൻ പഠിക്കണം. അതിന് മറ്റൊരു മാർഗവും പ്രപഞ്ചത്തിലില്ല. സൃഷ്ടാവ് നൽകുന്ന ജ്ഞാനം കൊണ്ടല്ലാതെ സൃഷ്ടാവിനെ അറിയുവാൻ മറ്റൊരു മാർഗവും പ്രപഞ്ചത്തിലില്ല. സത്യം. അതുകൊണ്ട് ജ്ഞാനം ഗ്രഹിച്ചുകൊള്ളുക, സൽക്കർമ്മം ചെയ്തുകൊള്ളുക, കൽപ്പന പാലിച്ചുകൊള്ളുക, നിയമങ്ങൾ പാലിച്ചുകൊള്ളുക, സൂക്ഷിച്ച് ജീവിച്ചുകൊള്ളുക. ആനന്ദമേ പരമാനന്ദമേ, നിയമത്തിൽ ജീവിച്ചാൽ ആനന്ദമേ. സംഘാംഗങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ഉണർവും ഉന്മേഷവും ഉള്ള ദിനമാണ്. ഞാനീ പറഞ്ഞത് സത്യമാണ് സമ്മതിക്കുന്നവരത് കൈ ഉയർത്തിക്കണ്ട. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഉന്മേഷവും ഉത്സാഹവും ഈ ആനന്ദവും ഒക്കെ അനുഭവിക്കുന്നത്? ദൈവം അറിയിച്ച അറിവിൻ പ്രകാരം നിങ്ങൾ ഉത്രാട പൂജ ഒരുക്കി നിയമം പാലിച്ചുകൊണ്ടാണ് ഇന്ന് സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഉത്രാട പൂജ ഒരുക്കി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെതായ അനുഭവ സുഖം ഓരോ ഹൃദയങ്ങളിലും ഉണ്ടായി എന്ന് അനുഭവപ്പെട്ടവരെന്ന് സംബന്ധിച്ച് കൈയടിച്ചാക്കളും. ആനന്ദമേ പരമാനന്ദമേ, നിയമത്തിൽ ജീവിച്ചാൽ ആനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ, നിയമത്തിൽ ജീവിച്ചാൽ ആനന്ദമേ. ഈ നിയമ വഴി
ആനന്ദത്തിലെത്താൻ മറ്റൊരു മാർഗവുമില്ല. ഈ നിയമവഴിയല്ലാതെ ആനന്ദത്തിലെത്തുവാൻ മറ്റൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ കൽപ്പനകളെ കാര്യമായി സൂക്ഷിച്ച് പാലിച്ച് കൽപ്പന കാര്യമായി സൂക്ഷിച്ച് പാലിച്ച് ഈ നിയമങ്ങളിൽ കൂടി മുന്നോട്ട് യാത്ര ചെയ്താൽ നിയമങ്ങളിൽ കൂടി മുന്നോട്ട് യാത്ര നമുക്ക് ചെയ്താൽ അണിയണിയായി നിരനിരയായി അങ്ങ് ഉയരത്തിലേക്ക് എത്താൻ കഴിയും. നമുക്ക് അണിയണിയായി നിരനിരയായ ഉയരത്തിലേക്ക് എത്തുവാൻ കഴിയും. ഉയരം എന്ന് പറയുമ്പോൾ അങ്ങ് ആകാശത്തിന്റെ മുകളിൽ എവിടെയോ സ്വർഗം ഇരിക്കുന്നു എന്നൊന്നും ആരും ചിന്തിച്ചു കളയരുത്. മുകളിലെന്ന് പറയുമ്പോൾ ആകാശത്തിന് മുകളിൽ എവിടെയോ സ്വർഗ്ഗം ഇരിക്കുന്നു എന്നാരും ചിന്തിച്ചു കളയരുത്. ഒരു വീട്ടിൽ ഒരു മാതാപിതാക്കൾക്ക് 5 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഒരു വീട്ടിലൊരു മാതാപിതാക്കൾക്ക് 5 മക്കളുണ്ടെന്നിരിക്കട്ടെ. 5 മക്കളും ആ വിദ്യ അഭ്യസിച്ചപ്പോൾ പല പ്രകാരത്തിലാണ് അഭ്യസിച്ചത്. 5 മക്കളും വിദ്യ അഭ്യസിച്ചത് പല പ്രകാരത്തിലാണ്. ഒരാൾ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, ചില കർഷക വൃത്തിയിലേക്കാണ് ഏർപ്പെട്ടത്. ഒരാൾ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, കർഷക വൃത്തിയിലേക്കാണ് ഏർപ്പെട്ടത്. അയാൾ ആ നിലയിൽ അങ്ങ് ജീവിതം ചെയ്തു, ഒരു പരുവത്തിന് ജീവിച്ചു പോവുകയാണ്. അയാൾ ആ നിലയിൽ ജീവിതം ചെയ്തു, ഒരു പരുവത്തിൽ ജീവിച്ചു. മറ്റൊരാൾ കുറച്ചുകൂടി പഠിച്ചൊരു അധ്യാപകനായി, മറ്റൊരാൾ കുറച്ചുകൂടി പഠിച്ചു ഒരു അധ്യാപകനായി, മറ്റൊരാൾ കുറച്ചുകൂടി പഠിച്ചൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായി, മറ്റൊരാൾ കുറച്ചുകൂടി പഠിച്ചു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായി, അതിന്റെ അടുത്ത ആൾ കുറച്ചുകൂടി പഠിച്ചു ഒരു പഞ്ചായത്ത് സെക്രട്ടറിയായി, അടുത്തയാൾ കുറച്ചുകൂടി പഠിച്ചു ഒരു പഞ്ചായത്ത് സെക്രട്ടറിയായി, അതിനടുത്ത ആൾ കുറച്ചുകൂടി പഠിച്ചു കളക്ടറായിട്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത ആൾ കുറച്ചുകൂടി പഠിച്ചു കളക്ടറായിട്ട്. ഈ കളക്ടറായ ആൾ ഏറ്റവും ഇളയ ആളാണ്. പക്ഷേ ആ നിലവാരം നോക്കുമ്പോൾ നമ്മൾ ഉയർച്ചയുള്ള ആൾ ആരാണെന്നായിരിക്കും പറയുന്നത്. ആ കളക്ടർ ആയിരിക്കുന്ന ആളിനെ നമ്മൾ ഒരു പ്രത്യേകമായി ബഹുമാനിക്കും. മാതാപിതാക്കൾക്കായാൽ പോലും ആ ആളിനോട് ഒരു പ്രത്യേകത ഉണ്ടാവും. ഭേദബുദ്ധി യാതൊരു കാരണവശാലും ഉണ്ടാകാത്ത നിലയിൽ ജീവിക്കേണ്ടവരാണ് മാതാപിതാക്കൾ. ആരോട്? സ്വന്തം മക്കളോട്. എന്നാൽ പോലും ഈ വിധത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ, ലോകത്തിൽ നിന്ന് പലവിധ ബഹുമതികൾ എന്റെ മക്കൾ സ്വീകരിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായി മാതാപിതാക്കൾക്ക് പോലും അവരോട് ഉള്ളുകൊണ്ടൊരു ബഹുമാനം ഉണ്ടാകും. ആ വിധത്തിൽ ആ ഇളയ മകനായ കളക്ടറോടായിരിക്കും മാതാപിതാക്കൾക്ക് പോലും ബഹുമാനം. എന്നാൽ പ്രായത്തിൽ ഇളയവനാണ്, അവരുടെ ഇളയ പുത്രനാണ്. പക്ഷേ ആ ആൾ വിദ്യ സ്വീകരിച്ചതനുസരിച്ച് ഉയർച്ചയിലെത്തിയിരിക്കുകയാണ്, ഉയർന്ന പദവി അലങ്കരിക്കുകയാണ്. ഇതേപോലെ തന്നെ നിയമം പാലിച്ച് സത്യസന്ധരായി ജീവിതം ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. ആ ഉയർച്ച താഴ്ചകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിയമങ്ങൾ പാലിച്ചും നാമം സ്തുതിച്ചും കൽപ്പന തെറ്റാതെ പരിപാലിച്ചും ആ ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ജീവിതം ചെയ്യണം. ഈ കൽപ്പന പാലിച്ചുകൊണ്ട് നിങ്ങൾ ഇന്നിവിടെ വന്നു ചേർന്നപ്പോൾ ഒരു പ്രത്യേക സുഖം അനുഭവിക്കുന്നുവെങ്കിൽ ഇനിയും നമുക്ക് അടുത്തതായി നടക്കാനിരിക്കുന്നത് 12 വെള്ളിയാഴ്ച വ്രതമാണ്. 12 വെള്ളിയാഴ്ചകളിലായി തുടരെ അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനമാണത്. നിയമങ്ങളും ആരാധനാക്രമങ്ങളും എന്ന പേരിൽ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ച് സത്യം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആ നിയമപുസ്തകത്തിൽ 15-ാം വകുപ്പിൽ പറയുന്ന പ്രകാരം എല്ലാവരും വ്രതമനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് കഴിഞ്ഞ ആഴ്ച സത്യം കേട്ടവരും വർഷങ്ങൾക്ക് മുമ്പ് സത്യം കേട്ടവരും എല്ലാ സംഘാംഗങ്ങളും ഈ 12 വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ആ നിയമത്തിൽ പറയുന്നത് പോലെ അത് അനുഷ്ഠിക്കണം. അതിനകത്ത് കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ല. കൂട്ടാനാരും പോകുന്നില്ല. കൂട്ടുവാൻ ശ്രമിച്ചാൽ കുറഞ്ഞു പോവുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ നിശ്ചയം നടക്കുമ്പോഴാണ് അതിന്റെ പരിപൂർണത. ആ വിധത്തിൽ അതിനെ കൃത്യമായി പാലിക്കുക. അതിന്റെ സമാപനമായി നമ്മൾ തീർത്ഥാടനം നടത്താറുണ്ട്. വാഹനങ്ങളിൽ ബാനറുകളൊക്കെ കെട്ടി, അതുപോലെ നമ്മൾ ഇരുമുടിക്കെട്ട് നിറച്ച് അതിനുള്ളിൽ പ്രവേശിച്ച് ശാഖകളുള്ളവർ ഒന്നിച്ചും അല്ലാതെ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരല്ലാതെയും അങ്ങനെ തീർത്ഥാടകരായി എത്തിച്ചേരുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ തീർത്ഥാടകരായി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ
സന്താനങ്ങൾ എത്തിച്ചേരുമ്പോൾ സന്താനങ്ങൾ എത്തിച്ചേരുമ്പോൾ യാത്രാമധ്യേ യാതൊരു ക്ലേശവും ഉണ്ടാകാതിരിക്കുവാനും യാത്രാമധ്യേ യാതൊരു ക്ലേശങ്ങളും ഉണ്ടാകാതിരിക്കുവാനും സർവകർമ്മങ്ങളും മംഗളമായി നടക്കുവാനും സർവകർമ്മങ്ങളും മംഗളമായി സങ്കൽപ്പിച്ചുകൊണ്ട് നമ്മളൊരു ഏകദിന സങ്കല്പ പ്രാർത്ഥന നടത്താറുണ്ട്. സങ്കല്പ പ്രാർത്ഥന അടുത്ത മാസം ആദ്യത്തെ ഞായറാഴ്ച 4-ാം തീയതി വെള്ളിയാഴ്ച അടുത്ത മാസം ആദ്യത്തെ വെള്ളിയാഴ്ച 4-ാം തീയതി ആ ഏകദിന സങ്കല്പ പ്രാർത്ഥനയുടെ ദിനമാണ്. ഏകദിന സങ്കല്പ പ്രാർത്ഥനയുടെ ദിനം. ആ സങ്കല്പ പ്രാർത്ഥനയിൽ സർവാത്മാക്കളും പങ്കെടുക്കണം. ആ സങ്കല്പ പ്രാർത്ഥന ഉന്നതമായ മഹാതീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായുള്ള സങ്കല്പമാണ്. അത് ഉന്നതമായ വിധത്തിൽ നടത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. തന്റെ സന്താനങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ച് യാത്രാമധ്യേ ക്ലേശം കൂടാതെ എത്തിച്ചേരുവാൻ സർവകലാവല്ലഭനാകുന്ന ദൈവം നാലാമത് സ്വീകരിച്ചു വാണിരുന്നവനോവനെ തിരുവുടലിരുന്നു കൊണ്ട് മഹാകാരുണ്യത്താൽ അനുവദിച്ചു ദാനം ചെയ്ത നിയമമാണ് ഏകദിന സങ്കല്പ പ്രാർത്ഥന. അത് കൃത്യവും സത്യവുമായി പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ആശ്രമങ്ങൾ ഉള്ളിടത്ത് എല്ലാ സന്താനങ്ങളും ആ വെള്ളിയാഴ്ച പ്രഭാതം മുതൽ ശനിയാഴ്ച പ്രഭാതം വരെ വളരെ കൃത്യമായി ആ സങ്കല്പ പ്രാർത്ഥന നടത്തുക. എല്ലാവരും ചേർന്നതിന്റെ ചിലവ് വഹിക്കുക. അല്ലാതെ ശാഖകളായിട്ടുള്ളത് സൗകര്യമുള്ള ഒരു ഭവനം കണ്ടെത്തി അവിടെ ഒത്തുകൂടി പ്രഭാതം മുതൽ രാത്രി 9 മണി വരെ ഈ സ്തുതി നടത്തുക. രാത്രി കൂടുതൽ സമയം രാത്രിയിൽ ഭവനങ്ങളിൽ സ്തുതി നടത്തേണ്ട ആവശ്യമില്ല. 9 മണിയാകുമ്പോൾ സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിച്ച് അല്പം ആഹാരവും കഴിച്ച് എല്ലാവരും ഭവനങ്ങളിലേക്ക് പോകുന്നുവെങ്കിലും ഈ സങ്കല്പവ്രതം പ്രഭാതം വരെ ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രഭാതത്തിൽ അവരവരുടെ ഭവനങ്ങളിൽ ദക്ഷിണ വെച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കണം. അങ്ങനെ പ്രത്യേക ചിന്തയോടും സങ്കല്പത്തോടും കൂടി എല്ലാവരും ആ വ്രതം അനുഷ്ഠിക്കുക. കരുണാനിധി എഴുന്നള്ളി നിന്ന് 12 വെള്ളിയാഴ്ച വ്രതം നടത്തട്ടെ. മഹാതീർത്ഥാടനം നടത്തട്ടെ. ആരോഗ്യ സൗഖ്യത്തോടെ മഹാശക്തി പ്രത്യക്ഷമായി വാഴട്ടെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ 12 ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ. സർവദോഷം തീരട്ടെ. സർവശാന്തി നൽകട്ടെ. ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ. ആത്മലോകത്തിന്റെ നിത്യാനന്ദത്തിനും ആത്മനാഥന്റെ സുഖവാഴ്ചയ്ക്കും സങ്കല്പിച്ച് നടത്തുന്ന ഈ 12 വെള്ളിയാഴ്ച വ്രതം സർവാത്മാക്കൾക്കും സർവൈശ്വര്യത്തിനുമായി ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. സർവദോഷങ്ങളും തീർന്ന് സമ്പൂർണ്ണ സുഖവും ശാന്തിയും ആനന്ദവും ആത്മലോകത്തിന് അനുഭവമാകുവാൻ തക്ക വിധത്തിൽ ഈ പ്രാവശ്യത്തെ 12 വെള്ളിയാഴ്ച വ്രതം നടത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ഓരോ നിയമങ്ങളും പാലിച്ച് ആമയങ്ങൾ തീർന്ന് ആനന്ദം അനുഭവിക്കുവാൻ മഹാശക്തി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന്
നേർച്ചകളാണ്. എല്ലാം ദൈവത്തിന്റെ തിരുനാമത്തിൽ വന്നുചേരുന്നത് നന്ദിയോടും ഭക്തിയോടും പ്രാർത്ഥനകളോടും കൂടി നന്ദിയോടും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങളിതെല്ലാം അനുഭവിച്ചു കൊള്ളുക. നമ്മളെല്ലാം അനുഭവിച്ചുകൊള്ളുക. ആ സന്നിധാനത്തിൽ വന്ന് ആഹാരം കഴിച്ചു എന്ന് വിചാരിച്ച ആർക്കും ഒരു ദോഷവും ഉണ്ടാവുകയില്ല. പ്രധാനത്തിൽ വന്ന് ആഹാരം കഴിച്ചു എന്നതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല. ആ നേർച്ച വന്നതല്ലേ ഇത് ഞങ്ങൾ കഴിക്കാമോ എന്ന് ആരും ചിന്തിക്കേണ്ട. നേർച്ച വന്നതല്ലേ ഞങ്ങൾക്ക് കഴിക്കാമോ എന്ന് ആരും ചിന്തിക്കരുത്. ആ ദൈവകർമ്മവും നന്ദിയും ഉള്ളവർക്ക് ആർക്കും ഒരു ദോഷവും ഉണ്ടാവുകയില്ല. ദൈവകർമ്മവും നന്ദിയുള്ളവർക്ക് ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല. എന്റെ പരമഭക്തന്മാരായ നിങ്ങൾക്ക് ഭഗവാന്റെ പരമഭക്തന്മാരായ നമ്മൾക്ക് ഇവിടെ വന്നു ചേരുമ്പോൾ ഒരു നേരത്തെ ആഹാരം തരണമെന്നുള്ളത് എനിക്ക് വളരെ കാലമായുള്ള ആഗ്രഹമാണ്. ഇവിടെ വന്നുചേരുമ്പോൾ ഒരു നേരത്തെ ആഹാരം തരണമെന്നുള്ളത് ഭഗവാന്റെ വളരെക്കാലത്തെ ആഗ്രഹമാണ്. ഒന്നുമില്ലാത്ത സന്ദർഭത്തിൽ പോലും ഞാൻ അതിനു വേണ്ടി വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ലാത്ത സന്ദർഭത്തിൽ പോലും ഭഗവാൻ അതിനുവേണ്ടി വളരെ പ്രയാസം അന്നും ഞാൻ ഒരുക്കി ദാനം ചെയ്തിട്ടുണ്ട്. അന്നും ഒരുക്കി ദാനം ചെയ്തിട്ടുണ്ട്. ആ വിധത്തിലുള്ള ആ കർമ്മം ഇന്നും തുടരുകയാണ്. ആ വിധത്തിലുള്ള കർമ്മം ഇന്നും തുടരുകയാണ്. ലോകാന്ത്യം വരെ ഇത് തുടരുക തന്നെ ചെയ്യും. ലോകാന്ത്യം വരെ ഇത് തുടരുക. അതിനുള്ളതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഇവിടെ ഒരുക്കി. അതിനുള്ള വഴി ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്. അതിനുള്ള വഴി ഇവിടെ തുറന്നിട്ട് ദൈവവും ദൈവദൂതന്മാരും എഴുന്നള്ളി ഇവിടെ വാഴുകയാണ്. ദൈവദൂതന്മാർ എഴുന്നള്ളി ഇവിടെ വാഴുക. സർവ്വദേവീദേവന്മാരുടെ എഴുന്നള്ളി വാഴുകയാണ്. ദൈവദൂതന്മാരുടെ എഴുന്നള്ളി വാഴുക. ഒന്നിനും ഒരു കുറവും ഒരു വിധത്തിലും ഉണ്ടാവുകയില്ല. ഒരു വിധത്തിലുണ്ടാകും. അന്നദാന പ്രഭുവാകുന്ന സർവശക്തി വാഴും കാലം അന്നദാന പ്രഭുവാകുന്ന സർവ്വശക്തി വാഴുകാലം. കഷ്ടത പട്ടിണി ഒന്നും ഉണ്ടാവുകയില്ല. കഷ്ടതവണ്ടി ഒന്നും ഉണ്ടാവില്ല. ആ വിധത്തിൽ ആ വിധത്തിൽ സമ്പൂർണ്ണ അവതാര കർമ്മങ്ങളെ പൂർത്തീകരിക്കുവാൻ പൂർണ്ണമായ കർമ്മങ്ങളെ പൂർത്തീകരിക്കുക. അവതാര കർമ്മഭൂമിയായി തിരഞ്ഞെടുത്ത് നിലനിർത്തിയിരിക്കുന്ന ഈ കർമ്മഭൂമിയിൽ, അവതാര കർമ്മഭൂമിയായി തെരഞ്ഞെടുത്ത് നിലനിർത്തിയിരിക്കുന്ന ഈ കർമ്മഭൂമി, ഈ താമരഭൂമിയിൽ സർവശക്തി വിളയാടി വാഴുന്ന കാലം വരെയും സർവ്വശക്തി വിളയാടി വാഴുന്ന കാലം വരെ ഒരു കഷ്ടതയും ഇനി ഇവിടെ ഉണ്ടാവുകയില്ല. കഷ്ടതയും ഇവിടെ അത് ഉണ്ടാകില്ല. എന്റെ ഭക്തലോകത്തിന് അനുഗ്രഹമായി ഭവിക്കട്ടെ. ആ വിധത്തിൽ ലോകാന്ത്യം വരെ ലോകാന്ത്യം ഈ തിരുവവതാര കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിനായി നിലനിർത്തിയിരിക്കുന്ന അവതാര കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിനായി നിലനിർത്തിയിരിക്കുന്ന ഈ മഹാ ആദർശ സ്ഥാപനത്തിന്റെ മുൻപിലായി ഈ മഹാദർശ സ്ഥാപനത്തിന്റെ നിരൂപനായി ഇതാ മഹാഗോപുരം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാഗോപുരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട്. പലർക്കും പല വിധത്തിലുള്ള സംശയം. ആശ്രമത്തിൽ എന്തിനാണ് ഗോപുരം? ആശ്രമത്തിൽ എന്തിനാണ് എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നത്? ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തിനാണ് ഇത്രയും സമയമെടുക്കുന്നത്? ഇത്രയും സമയം ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും പലർക്കുമുണ്ട്. ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും പലർക്കുമുണ്ട്. ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ചെറിയ ആശ്രമമല്ല. സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ചെറിയ ആശ്രമം. കുറച്ചുപേരെ കൂട്ടിയിരുത്തി ഒരു സംഘം രൂപീകരിച്ചതല്ല. കുറച്ചുപേരെ കൂട്ടിയിരുത്തി ഒരു സംഘം രൂപീകരിച്ചതല്ല. ഇഹപരലോകത്തിന്റെ ഉടമസ്ഥൻ താണിറങ്ങി വന്നതെന്നുകൊണ്ട് ഇഹപരലോകത്തിന്റെ ഉടമസ്ഥൻ താണിറങ്ങി വന്നതെന്നുകൊണ്ട് തന്റെ സന്താനങ്ങൾക്ക് സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാനുള്ള വ്യവസ്ഥ സ്വന്തം സന്താനങ്ങൾക്ക് സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാനുള്ള വ്യവസ്ഥ അകവും പുറവുമായി വ്യവസ്ഥപ്പെടുത്തി അഗൗരവമായി വ്യവസ്ഥപ്പെടുത്തി നിലനിർത്തി പ്രവർത്തിപ്പിക്കുന്ന ആദർശാശ്രമമാണിത്. നിലനിർത്തി പ്രവർത്തിപ്പിക്കുന്ന ഇത് ആദർശാശ്രമം ലോകാന്ത്യം വരെ നിലനിൽക്കുവാനുള്ളതാണ്. ലോകാന്ത്യം വരെ നിലനിൽക്കുവാൻ അത് നിലനിർത്തേണ്ടത് ഭക്തലോകത്തിന്റെ ആവശ്യമാണ്. നിലനിർത്തേണ്ടത് ഭക്തലോകം. അങ്ങനെ ആവശ്യബോധമുള്ള ഭക്തലോകം ഒത്തുചേർന്ന് അങ്ങനെ ആവശ്യബോധമുള്ള ഭക്തലോകം ഒത്തുചേർന്ന് ഇതാ മഹാഗോപുരത്തിന്റെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുകയാണ്. മഹാഗോപുരത്തിന്റെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. എന്റെ ഗുരുവിനെയും ഈ ആദർശത്തെയും എന്റെ ഗുരുവിനെയും ഈ ആദർശത്തെ ലോകമറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ലോകമറിയേണ്ട സമയം കഴിഞ്ഞു. ഇനിയും അതിനുള്ള സമയം വൈകിയിരിക്കുന്നു. ഇനി അതിനുള്ള സമയം വൈകി. എത്രയും വേഗം ഇത് അറിയേണ്ടത് അത്യാവശ്യമാണ്. എത്രയും വേഗം അറിയേണ്ടത് അത്യാവശ്യം. അതിനെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ആവശ്യമാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ആവശ്യം. എന്നുള്ള പരിപൂർണ നിശ്ചയത്തോടുകൂടി ഇതിനുള്ള പരിപൂർണ്ണ നിശ്ചയത്തോടെ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകായിരങ്ങളുണ്ട്. ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകം അവർക്ക് വേണ്ടി ഞാനിതാ മഹാഗോപുരം ഉയർത്തുകയാണ്. അവർക്ക് വേണ്ടി ഇതാ മഹാഗോപുരം ഉയർത്തുകയാണ്. ഇനിയും എന്നെ ആശ്രയിച്ചെത്തുവാനുള്ള കോടിക്കണക്കിന് ജന്മങ്ങൾ
ആകയാൽ